ഇടുക്കി രാജകുമാരി വില്ലേജ് ഓഫീസിന് സമീപം വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന വാഹനത്തിന് സാമൂഹ്യവിരുദ്ധർ തീയിടാൻ ശ്രമിച്ചതായി പരാതി. രാജകുമാരിയിലെ വ്യാപാരിയായ കൊല്ലാർമാലി ജോയിയുടെ വീട്ടിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾക്കാണ് തീയിടാൻ ശ്രമിച്ചത്. സംഭവത്തിൽ ജോയ് രാജാക്കാട് പോലീസിൽ പരാതി നൽകി. രാജകുമാരി വില്ലേജ് ഓഫീസ് പരിസരത്ത് സാമൂഹ്യവിരുദ്ധരുടെ ശല്യം രൂക്ഷമെന്ന് പരാതി. കഴിഞ്ഞ ദിവസം ഇവിടെ വീട്ടുമുറ്റത്ത് ഷെഡിൽ നിർത്തിയിട്ടിരുന്ന ലോറിക്ക് സമീപം കരിയിലകളും മാലിന്യവും കൂട്ടിയിട്ട് കത്തിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ ലോറി ഉടമയായ വ്യാപാരി രാജാക്കാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ലോറിയുടെ അടിയിലേക്ക് ചപ്പും മറ്റുള്ള കരിയിലകളും മറ്റുള്ള സാധനങ്ങൾ വാരിയിട്ട് തീ കത്തിക്കുകയാണെന്ന് പറഞ്ഞ് അറിയിച്ചു. ഞാൻ ഓടി വന്നു. ഞാൻ ഓടി വരുമ്പോൾ ഇവിടെയാണ് ഇത് തീ കത്തിക്കൊണ്ടിരുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ ഈ വണ്ടിയുടെ ഉള്ളിലേക്ക് തീ കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ വെള്ളം എടുത്തുകൊണ്ടുവന്ന് നനച്ച് തീ കെടുത്തിയതിന് ശേഷം പെട്ടെന്ന് പിന്നെ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും മറ്റുള്ളവരെ അറിയിക്കുകയും ആൾക്കാരൊക്കെ വരികയും അങ്ങനെ തീ കെടുത്തിയതിന് ശേഷം ഇന്ന് ഞാൻ രാവിലെ പരാതി കൊടുത്തു. ബുധനാഴ്ച വൈകുന്നേരം 7-നാണ് സംഭവം. കൊല്ലാർമാലിൽ ജോയിയുടെ വീടിന് മുന്നിലുള്ള ഷെഡിൽ നിർത്തിയിട്ടിരുന്ന ലോറിക്ക് സമീപമാണ് കരിയിലയും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കൂട്ടിയിട്ട് തീ കത്തിക്കാൻ ഒരാൾ ശ്രമിച്ചത്. വീട്ടുമുറ്റത്ത് പുക ഉയരുന്നത് കണ്ട് ജോയിയുടെ ഭാര്യ ജോലിക്കാരെ വിളിച്ച് തീയണച്ചതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. 4 വർഷം മുൻപ് ജോയിയുടെ വീടിനോട് ചേർന്നുണ്ടായിരുന്ന ഏലം സ്റ്റോറിന് ദുരൂഹ സാഹചര്യത്തിൽ തീ പിടിച്ചിരുന്നു. 400 കിലോഗ്രാം ഉണക്കയിലൊക്കെയാണ് അന്ന് കത്തി നശിച്ചത്. ജോയിയുടെ വീടിനും നാശനഷ്ടം സംഭവിച്ചിരുന്നു. നാട്ടുകാർ ഇടപെട്ട് തീയണച്ചത് കൊണ്ടാണ് അന്നും ദുരന്തം ഒഴിവായത്. അപ്പൊ സ്റ്റോർ കത്തിയത് യാദൃശ്യമായിട്ട് എന്തെങ്കിലും സംഭവിച്ചാന്നോർത്തിട്ട് അന്ന് നമ്മളത് നിസ്സാരവൽക്കരിച്ചു. അതിനുശേഷം കഴിഞ്ഞ ഒരു 15 ദിവസം മുമ്പ് എൻ്റെ താഴത്തെ വീടിന്റെ ആ മേഖലയിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു ബൈക്ക് ഉണ്ടായിരുന്നു. പിന്നെ കുറെ വേസ്റ്റ് സാധനങ്ങൾ അവിടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഭാഗത്തേക്ക് തീ പിടിച്ച് ആ ബൈക്ക് കത്തി നശിക്കുന്ന ഇതുണ്ടായി. അപ്പോൾ അതും ഇതുപോലെ ഫോൺ വിളിച്ച് എന്നെ അറിയിച്ചപ്പോൾ ഞാൻ ഓടി വന്ന് എൻ്റെ പണിക്കാരെയും കൂട്ടിയ വെള്ളം ഒഴിച്ച് നനച്ച് തീ കെടുത്തിയായിരുന്നു. വില്ലേജ് ഓഫീസ് വരെ കത്തിപ്പോകേണ്ട സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. 2 ആഴ്ച മുൻപ് ജോയിയുടെ വീടിന്റെ മുൻഭാഗത്ത് കൂടി കടന്നു പോകുന്ന റോഡിൽ നിർത്തിയിട്ടിരുന്ന ഇരുചക്ര വാഹനവും ദുരൂഹ സാഹചര്യത്തിൽ കത്തി നശിച്ചു. രാജകുമാരി വില്ലേജ് ഓഫീസിന്റെ പിൻഭാഗത്തേക്കും തീ പടർന്നിരുന്നു. ജോയിയും കൂടെയുണ്ടായിരുന്ന അതിഥി തൊഴിലാളികളും ചേർന്നാണ് അന്നും തീ അണച്ചത്. ബുധനാഴ്ച വീടിന് സമീപം തീയിട്ടയാളുടെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് ജോയി പറയുന്നത്. സംഭവത്തിൽ രാജാക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.